ഓം ശാന്തി 13/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ അത്രയും ആനന്ദിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിന്റെ വിനോദത്തിനു വേണ്ടി മേളകളിലും ഉത്സവങ്ങളിലും മറ്റും പോകേണ്ടതിന്റെ ആവശ്യമില്ല. ചോദ്യം: ഏതു കുട്ടികളാണോ ഇപ്പോൾ ബാബയുടെ സഹായി ആകുന്നത്, അവർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ഉത്തരം: ശ്രീമതത്തിലൂടെ രാജധാനി സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്ന കുട്ടികൾക്കുള്ള ഗ്യാരണ്ടി ഇതാണ്: അവർക്കൊരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. സത്യുഗി രാജധാനിയിൽ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. സഹായി കുട്ടികൾക്ക് ബാബയിലൂടെ അങ്ങനെയുള്ള പ്രൈസ് ലഭിക്കുകയാണ്. അതായത് 21 തലമുറ വരെ അമരന്മാരായിരിക്കും. ഓം ശാന്തി. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ സൃഷ്ടി ചക്രമനുസരിച്ച് കൽപ്പം മുമ്പ് എന്ന പോലെ ശിവ ഭഗവാനു വാച. ഇപ്പോൾ തന്റെ പരിചയം കുട്ടികൾക്ക് ലഭിച്ചു. ബാബയുടെയും പരിചയം ലഭിച്ചു. പരിധിയില്ലാത്ത ബാബയെയും പരിധിയില്ലാത്ത സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിഞ്ഞു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ചിലർ നല്ല രീതിയിൽ അറിഞ്ഞ് പിന്നീട് മനസ്സിലാക്കി കൊടുക്കുന്നു. ചിലർ പകുതി, ചിലർ അതിലും കുറവ്. ഏതുപോലെയാണോ യുദ്ധത്തിൽ ചിലർ കമാൻഡർ ചീഫ്, ചിലർ ക്യാപ്റ്റൻ, ചിലർ ആരൊക്കെയോ ആകുന്നു. രാജധാനിയുടെ മാലയിലും ചിലർ സമ്പന്നനായ പ്രജ, ചിലർ ദരിദ്ര പ്രജ നമ്പർ വാറാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, തീർച്ചയായും നമ്മൾ സ്വയം ശ്രീമത്തിലൂടെ സൃഷ്ടിയിൽ ശ്രേഷ്ഠ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആരാര് എത്ര പരിശ്രമിക്കുന്നുവോ അത്രയും ബാബയിൽ നിന്ന് പ്രൈസും ലഭിക്കുന്നു. ഇന്നത്തെ കാലത്ത് ശാന്തിക്ക് വേണ്ടി നിർദ്ദേശം നൽകുന്നവർക്ക് പോലും ബഹുമതി ലഭിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കും പ്രൈസ് ലഭിക്കുന്നു. അതവർക്ക് ലഭിക്കുന്നില്ല. അവർക്ക് ഓരോ വസ്തുവും അല്പകാലത്തേക്കാണ് ലഭിക്കുന്നത്. നിങ്ങൾ ബാബയുടെ ശ്രീമതത്തിലൂടെ തന്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതും 21 ജന്മം, 21 തലമുറ ഗ്യാരണ്ടിയാണ്. അവിടെ ബാല്യത്തിലോ യൗവനത്തിലോ കാലൻ വിഴുങ്ങില്ല. ഇതും അറിയുന്നുണ്ട്, മനസ്സിലോ ചിത്തത്തിലോ ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഓർമ്മചിഹ്നവും നിൽപ്പുണ്ട്. ഇവിടെ 5000 വർഷം മുമ്പും സേവനം ചെയ്തു. ദിൽവാഡ ക്ഷേത്രം, അചൽഘർ, ഗുരു ശിഖർ എല്ലാം ഉണ്ട്. സത്ഗുരുവും നിങ്ങൾക്ക് ഉയർന്നതിലും ഉയർന്നത് ലഭിച്ചു. അതിന്റെ ഓർമ്മചിഹ്നവും ഉണ്ട്. അചൽഘർ, ഇതിന്റെ രഹസ്യവും നിങ്ങൾ മനസ്സിലാക്കി. അത് നമ്മുടെ വീടിന്റെ മഹിമയാകുന്നു. നിങ്ങൾ തന്റെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നു. ഇത് നിങ്ങളുടെ അതിശയകരമായ സ്മാരകമാകുന്നു. അവിടെയും നിങ്ങൾ ചൈതന്യത്തിൽ വന്നിരുന്നു. ഇതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്. ഇത് കൽപ്പം മുമ്പും നടന്നിരുന്നു. അതിന്റെ സമ്പൂർണ്ണ ഓർമ്മചിഹ്നം ഇവിടെയുണ്ട്. നമ്പർ 1 ഓർമ്മചിഹ്നമാകുന്നു. ഏതുപോലെ ആരെങ്കിലും വളരെ വലിയ പരീക്ഷ പാസ്സാകുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം, കാന്തി വരുന്നു. ഫർണിച്ചർ, വസ്ത്രം മുതലായവ എത്ര നല്ലത് വെക്കുന്നു. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരി ആകുന്നവരാണ്. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുവാനേ കഴിയില്ല. ഇതും സ്കൂളാണ്. പഠിപ്പിക്കുന്ന ആളിനെയും നിങ്ങൾ അറിഞ്ഞു. ഭഗവാനു വാച. ഭക്തി മാർഗത്തിൽ ആരെ ഓർമ്മിച്ചിരുന്നു, പൂജ ചെയ്തിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ബാബ സന്മുഖത്ത് വന്ന് എല്ലാ രഹസ്യവും മനസ്സിലാക്കി തന്നു. അതായത് ഈ ഓർമ്മചിഹ്നങ്ങളെല്ലാം നിങ്ങളുടെ അന്തിമ അവസ്ഥയുടേതാണ്. ഇപ്പോൾ റിസൾട്ട് റെഡിയായിട്ടില്ല. എപ്പോൾ നിങ്ങളുടെ അവസ്ഥ സമ്പൂർണമാകുന്നുവോ
അതിന്റെ സ്മാരകം ഭക്തി മാർഗത്തിൽ സ്ഥാപിക്കുന്നു. രക്ഷാബന്ധനത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്നത് പോലെ എപ്പോഴാണോ പൂർണമായും പക്ക രാഖി ബന്ധിച്ച് നമ്മൾ നമ്മുടെ രാജ്യഭാഗ്യം എടുക്കുന്നത്, അപ്പോൾ പിന്നീട് ഉത്സവവും ആഘോഷിക്കുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് എല്ലാ മന്ത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി തരുന്നു. ഓം ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കി തന്നു. ഓം എന്നതിന്റെ അർത്ഥം വളരെ വലുതൊന്നുമല്ല. ഓമിന്റെ അർത്ഥം ഞാൻ ആത്മാവ്, ഇതെന്റെ ശരീരം. അജ്ഞാനകാലത്ത് നിങ്ങൾ ദേഹാഭിമാനത്തിൽ ഇരുന്നത് കാരണം സ്വയത്തെ ശരീരമെന്ന് മനസ്സിലാക്കിയിരുന്നു. ദിനം പ്രതിദിനം ഭക്തി മാർഗത്തിൽ താഴേക്ക് വീണു. തമോ പ്രധാനമായി മാറിക്കൊണ്ടിരുന്നു. എല്ലാ വസ്തുവും ആദ്യം സത്തോ പ്രധാനമായിരിക്കും. ഭക്തിയും ആദ്യം സത്തോ പ്രധാനമായിരുന്നു. അപ്പോൾ ഒരേ ഒരു ശിവബാബയെ ഓർമ്മിച്ചിരുന്നു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ദിനം പ്രതിദിനം വർധനവ് ഉണ്ടാകുന്നു. വിദേശത്ത് അധികം കുട്ടികൾ ജന്മമെടുക്കുമ്പോൾ അവർക്ക് സമ്മാനം ലഭിക്കുന്നു. ബാബ പറയുന്നു, കാമവികാരം മഹാശത്രുവാണ്. സൃഷ്ടി വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പവിത്രമാകൂ. നിങ്ങൾ കുട്ടികൾ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ഇപ്പോൾ ബാബയിലൂടെ അറിഞ്ഞിരിക്കുന്നു. സതയുഗത്തിൽ ഭക്തിയുടെ പേരോ അടയാളമോ ഇല്ല. ഇപ്പോൾ എത്ര ആർഭാടത്തോടെ ഉത്സവവും മറ്റും ആഘോഷിക്കുന്നു. മനുഷ്യർ അവിടെ പോയി മനസ്സിനെ വിനോദിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ ബാബ വന്ന് 21 ജന്മത്തേക്ക് സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾ സദാ സന്തോഷത്തിലിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ഉത്സവം, മേള എന്നിവിടെ പോകുന്നതിന്റെ ചിന്ത പോലും വരില്ല. സുഖത്തിനു വേണ്ടി മനുഷ്യർ എവിടെയെല്ലാം പോകുന്നു. നിങ്ങൾക്ക് മലമുകളിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കൂ, മനുഷ്യർ മരിക്കുന്നതും എങ്ങനെയാണ്. മനുഷ്യർ സത്യുഗം, കലിയുഗം, സ്വർഗം, നരകം ഇതിനെക്കുറിച്ച് അറിയുന്നതേയില്ല. നിങ്ങൾ കുട്ടികൾക്ക് പൂർണമായും ജ്ഞാനം ലഭിച്ചു. നിങ്ങൾക്ക് ബാബയോടൊപ്പം ഇരിക്കണം. നിങ്ങൾക്ക് വീടും സംരക്ഷിക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ കുട്ടികൾ ബാബയിൽ നിന്ന് അകന്നു പോകുന്നു. പിന്നീട് നിങ്ങൾക്ക് ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കുവാനേ കഴിയില്ല. എല്ലാവരും സത്തോ പ്രധാനമാകില്ല. ചിലർ സത്തോ, ചിലർ രജോ, ചിലർ തമോ അവസ്ഥയിലും ആയിരിക്കും. എല്ലാവർക്കും സമാനമാകുവാൻ കഴിയില്ല. ഇവിടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആര് എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അതിനനുസരിച്ച് രാജധാനിയിൽ പദവി നേടും. ബാബയെ ഓർമ്മിക്കുന്നതാണ് മുഖ്യ കാര്യം. ബാബ സ്വയം കുട്ടികളെ ഡ്രിൽ പഠിപ്പിക്കുന്നു. ഇതാണ് ഡെഡ് സൈലൻസ്. ഇവിടെ എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെ നോക്കരുത്. ദേഹസഹിതം എല്ലാം ത്യാഗം ചെയ്യണം. നിങ്ങൾ എന്താണ് കാണുന്നത്? ഒന്ന് നമ്മുടെ വീട്. പിന്നീട് പഠിത്തമനുസരിച്ച് ഏത് പദവിയാണോ നേടുന്നത് ആ സത്യയുഗി രാജ്യത്തെയും നിങ്ങൾ അറിയുന്നു. എപ്പോൾ സത്യയുഗമാകുന്നുവോ അപ്പോൾ ത്രേതായുഗമില്ല. ത്രേത ആകുമ്പോൾ ദ്വാപരമില്ല. ദ്വാപുരമാകുമ്പോൾ കലിയുഗമില്ല. ഇപ്പോൾ കലിയുഗവുമാണ്, സംഗമയുഗവുമാണ്. നിങ്ങൾ ഇരിക്കുന്നത് പഴയ ലോകത്തിലാണ്. പക്ഷെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു നമ്മൾ സംഗമയുഗിയാണ്. സംഗമയുഗം എന്തിനെയാണ് പറയുന്നത്? ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. പുരുഷോത്തമ വർഷം, പുരുഷോത്തമ മാസം, പുരുഷോത്തമ ദിവസം എല്ലാം ഈ പുരുഷോത്തമ സംഗമത്തിലാണ് ഉണ്ടാകുന്നത്. പുരുഷോത്തമനാകുന്ന സമയവും ഈ പുരുഷോത്തമ യുഗം തന്നെയാണ്. ഇത് വളരെ ചെറിയ അധിയുഗമാണ്. നിങ്ങൾ കുട്ടികൾ കരണം മറിച്ചിൽ നടത്തുന്നു. അതിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു. എങ്ങനെയാണ് മുനിമാർ, സന്യാസിമാർ അല്ലെങ്കിൽ തീർത്ഥയാത്രക്കാർ കരണം മറിച്ചിൽ കളിച്ച് യാത്ര പോകുന്നത്?
ബ്രഹ്മബാബയും കണ്ടിട്ടുണ്ട്. എത്ര കഠിനമാണത്. ഇവിടെ യോഗബലത്തിന്റെ കാര്യമാണ്. എന്താ ഓർമ്മയുടെ യാത്രയിൽ നിങ്ങൾ കുട്ടികൾക്ക് കഠിനത അനുഭവപ്പെടുന്നുണ്ടോ? പേര് തന്നെ വളരെ സഹജമെന്ന് വെച്ചിരിക്കുന്നു. ഇത് കേട്ട് നിങ്ങൾ ഭയക്കരുത്. പറയുന്നുണ്ട്, ബാബ, ഞങ്ങൾക്ക് യോഗത്തിൽ ഇരിക്കുവാനേ കഴിയുന്നില്ല. ബാബ പിന്നീട് ഭാരരഹിതമാക്കുന്നു. ഇത് ബാബയുടെ ഓർമ്മ ആകുന്നു. എല്ലാ വസ്തുവിനെയും ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ കുട്ടികളല്ലേ. ഇത് നിങ്ങളുടെ അച്ഛനുമാണ്, പ്രിയതമനുമാണ്. എല്ലാ പ്രിയതമകളും ആ പ്രിയതമനെ ഓർമ്മിക്കുന്നു. ഒരു ബാബ എന്ന അക്ഷരം തന്നെ ധാരാളമാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ മിത്ര സംബന്ധികളെ ഓർമ്മിച്ചിരുന്നു. എന്നിട്ടും അല്ലയോ പ്രഭു, അല്ലയോ ഈശ്വര എന്ന് തീർച്ചയായും പറയുന്നു. പക്ഷെ അറിയുവാൻ കഴിയുന്നില്ല അത് ആരാണ് എന്ന്. ആത്മാക്കളുടെ അച്ഛനാണ് പരമാത്മാവ്. ഈ ശരീരത്തിന്റെ അച്ഛൻ ദേഹധാരിയാണ്. ആത്മാക്കളുടെ അച്ഛൻ അശരീരിയാകുന്നു. അച്ഛൻ ഒരിക്കലും പുനർജന്മത്തിൽ വരുന്നതേയില്ല. ബാക്കി എല്ലാവരും പുനർജന്മത്തിൽ വരുന്നു. അതിനാൽ ബാബയെ ഓർമ്മിക്കുന്നു. തീർച്ചയായും എപ്പോഴോ സുഖം നൽകി. ആ ബാബയെ പറയുന്നത് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നാണ്. പക്ഷെ ആ ബാബയുടെ നാമരൂപദേശകാലം ആരും അറിയുന്നില്ല. എത്ര മനുഷ്യരുണ്ടോ അത്രയും കാര്യങ്ങളും അനേക അഭിപ്രായവുമായിരിക്കുന്നു. ബാബ എത്ര സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു. അത് ശാന്തി നൽകുന്ന ഈശ്വരനാകുന്നു. എത്ര സുഖമാണ് ബാബയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരേ ഒരു ഗീത കേൾപ്പിച്ച് പതിതരെ പാവനമാക്കുന്നു. കുടുംബമാർഗവും വേണമല്ലോ. മനുഷ്യരാണെങ്കിൽ കൽപ്പത്തിന്റെ ആയുസ് പോലും ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത മനുഷ്യരുണ്ടാകും. എത്ര തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇതും ലോപിച്ചു പോകും. ചിത്രവുമുണ്ട്, അവരുടെ പൂജയും ചെയ്യുന്നു. പക്ഷെ സ്വയത്തെ ദേവതാധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ആര് എന്തിന്റെ പൂജ ചെയ്യുന്നുവോ അവർ ആ ധർമ്മത്തിലേതാണല്ലോ. പക്ഷെ ഇത് മനസ്സിലാക്കുന്നതേ ഇല്ല നമ്മൾ ആദി സനാതന ധർമ്മത്തിലേതാണ് എന്ന്. അതിന്റെ വംശാവലികളാണ്. ഇത് ബാബ മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ പാവനമായിരുന്നു, പിന്നീട് തമോ പ്രധാനമായി. ഇപ്പോൾ പാവന സതോ പ്രധാനമാകണം. എന്താ ഗംഗാ സ്നാനത്തിലൂടെ ആകുമോ? പതിത പാവനൻ ബാബയാണ്. ആ ബാബ എപ്പോൾ വന്ന് വഴി പറഞ്ഞു തരുന്നുവോ അപ്പോൾ പാവനമാകും. വിളിക്കുന്നു, പക്ഷെ ഒന്നും അറിയുന്നില്ല. ആത്മാവ് ഈ ശരീരത്തിലൂടെ വിളിക്കുന്നു, അല്ലയോ പതിത പാവനനായ ബാബ, വന്ന് നമ്മളെ പാവനമാക്കൂ. എല്ലാവരും പതീതമാണ്. കാമവികാരത്തിന്റെ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കളിയും അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ബാബ വന്ന് എല്ലാവരെയും പാവനമാക്കുന്നു. ഇത് ബാബ സംഗമത്തിലാണ് മനസ്സിലാക്കി തരുന്നത്. സത്യയുഗത്തിൽ ഒരേയൊരു ധർമ്മം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ചു പോകും. നിങ്ങൾ ഡ്രാമയെ മനസ്സിലാക്കിയിരിക്കുന്നു. വേറെ ആരും ഇത് അറിയുന്നതേയില്ല. ഈ രചനയുടെ ആദി മധ്യ അന്ത്യം എന്താണ്? ഇതിന്റെ ദൈർഘ്യം എത്രയാണ്? ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. അവർ എല്ലാവരും ശൂദ്രരും നിങ്ങൾ ബ്രാഹ്മണരും ആകുന്നു. നമ്പർവാർ പുരുഷാർത്ഥമനുസരിച്ച് നിങ്ങളും ഇത് അറിയുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ രജിസ്റ്ററിലൂടെ കാണുവാൻ കഴിയും. അതായത് പഠിത്തത്തിൽ മോശമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെയും രജിസ്റ്റർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. ഇത് ഓർമ്മയുടെ യാത്രയാണ്. പക്ഷെ ഇതിനെ ആരും അറിയുന്നില്ല. ഓർമ്മയുടെ യാത്രയാണ് ഏറ്റവും മുഖ്യ വിഷയം.
സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ആത്മാവ് ഈ മുഖത്തിലൂടെ പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ഈ കാര്യങ്ങളൊന്നും ബ്രഹ്മബാബ മനസ്സിലാക്കി തരുന്നില്ല. പക്ഷെ ജ്ഞാനസാഗരൻ പരമപിത പരമാത്മാവ് ഈ രഥത്തിലിരുന്ന് കേൾപ്പിക്കുന്നു. ഗോമുഖം എന്ന് പറയുന്നുണ്ടല്ലോ. എവിടെ നിങ്ങൾ ഇരിക്കുന്നുവോ അവിടെയാണ് ക്ഷേത്രവും ഉണ്ടാക്കുന്നത്. ഏതുപോലെ നിങ്ങളുടെ ഏണിപ്പടി അതുപോലെ അവിടെയും പടിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കയറുന്നതിൽ ക്ഷീണം ഉണ്ടാകില്ല. ബാബയിൽ നിന്ന് പഠിച്ച് റിഫ്രഷ് ആകുവാൻ ഇവിടെ വന്നിരിക്കുന്നു. അവിടെ ജോലി വളരെ കൂടുതലാണ്. ശാന്തമായി ഇരുന്ന് കേൾക്കുവാനേ കഴിയില്ല. സങ്കല്പം ഉണ്ടായിരിക്കും, ആരും കണ്ടില്ലല്ലോ, പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. എത്ര ചിന്തയാണുള്ളത്. ഇവിടെ യാതൊരു ചിന്തയുമില്ല. ഏതുപോലെ ഹോസ്റ്റലിൽ വസിക്കുന്നു അതുപോലെ ഇവിടെ ഈശ്വരീയ കുടുംബമാകുന്നു. ശാന്തിധാമിൽ ആത്മാവ് സഹോദരങ്ങളാണ്. ഇവിടെ സഹോദരി സഹോദരനാണ്. എന്തുകൊണ്ടെന്നാൽ പാർട്ട് അഭിനയിക്കുന്നതിന് സഹോദരി സഹോദരൻ വേണം. സത്യയുഗത്തിലും നമ്മൾ പരസ്പരം സഹോദരി സഹോദരനായിരുന്നു. അത് അദ്വൈത രാജധാനി ആകുന്നു. അവിടെ യുദ്ധം, ലഹള ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നു. അതായത് നമ്മൾ 84 ജന്മം എടുക്കുന്നു. ആരാണോ ഏറ്റവും അധികം ഭക്തി ചെയ്തത് അവരുടെ കണക്കും ബാബ പറഞ്ഞു തരുന്നു. നിങ്ങളാണ് ശിവന്റെ അവ്യഭിചാരി ഭക്തി ചെയ്യുവാൻ ആരംഭിച്ചത്. പിന്നീട് വർധനവ് ഉണ്ടാകുന്നു. അതെല്ലാം ഭക്തിയാണ്. ജ്ഞാനം ഒന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ അറിയുന്നുണ്ട്, ശിവബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ബ്രഹ്മാവിന് പോലും ഒന്നും അറിയില്ലായിരുന്നു. ആരാണോ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നത് അദ്ദേഹം ഈ സമയം ഇതായിരിക്കുന്നു, വീണ്ടും അധികാരിയാകുന്നു. നമ്മളും അതേപോലെ തന്നെ. കേവലം ഒരാളല്ലല്ലോ അധികാരി ആകുന്നത്. നിങ്ങളും പുരുഷാർത്ഥം ചെയ്യുന്നു. ഇത് പരിധിയില്ലാത്ത സ്കൂളാണ്. ഇതിന്റെ ബ്രാഞ്ചസ് വളരെ ഉണ്ട്. തെരുവ് തോറും വീട് തോറും ഉണ്ടാകും. പറയുന്നു, നമ്മൾ നമ്മളുടെ വീട്ടിൽ ചിത്രങ്ങൾ വയ്ക്കും. മിത്രസംബന്ധികൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ആരാണോ ഈ വൃക്ഷത്തിലെ ഇല അവർ വരും. അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കുക സഹജമാണ്. പുരാണങ്ങൾ ഒരുപാട് പഠിച്ചു. ഇപ്പോൾ അതെല്ലാം മറക്കണം. ബാബ പഠിപ്പിക്കുന്നവനാകുന്നു. ആ ബാബ സത്യമായ ജ്ഞാനം കേൾപ്പിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഡെഡ് സൈലൻസിന്റെ ഡ്രിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എന്താണോ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അതിനെ കാണരുത്. ദേഹസഹിതം ബുദ്ധി കൊണ്ട് എല്ലാം ത്യാഗം ചെയ്ത് തന്റെ വീടിനെയും രാജ്യത്തിന്റെയും സ്മൃതിയിൽ കഴിയണം. 2. തന്റെ സ്വഭാവത്തിന്റെ രജിസ്റ്റർ വെക്കണം. പഠനത്തിൽ യാതൊരു അശ്രദ്ധയും കാണിക്കരുത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമനാകണം, ആക്കി മാറ്റണം. വരദാനം. സദാ സർവപ്രാപ്തികളാലും സമ്പന്നമായി കഴിയുന്ന ഹർഷിതമുഖരും ഹർഷിതചിത്തരുമായി ഭവിക്കൂ. എപ്പോൾ ഏതെങ്കിലും ദേവി അല്ലെങ്കിൽ ദേവതയുടെ മൂർത്തി ഉണ്ടാക്കുന്നോ അപ്പോൾ അതിന്റെ മുഖം സദാ ഹർഷിതമായി കാണിക്കുന്നു. താങ്കളുടെ ഈ സമയത്തെ ഹർഷിതമുഖമായി കഴിയുന്നതിന്റെ ഓർമ്മചിഹ്നം ചിത്രങ്ങളിലും കാണിക്കുന്നു. ഹർഷിതമുഖം അർത്ഥം സദാ സർവപ്രാപ്തികളാലും സമ്പന്നം. ആരാണോ സമ്പന്നമായിട്ടുള്ളത് അവർക്കാണ് ഹർഷിതമായി കഴിയാൻ സാധിക്കുന്നത്.
അഥവാ എന്തെങ്കിലും അപ്രാപ്തി ഉണ്ടെങ്കിൽ ഹർഷിതമായി കഴിയാൻ സാധിക്കില്ല. ആര് എത്ര തന്നെ ഹർഷിതമായി കഴിയാൻ പരിശ്രമിച്ചാലും പുറമേ പുഞ്ചിരിക്കും, എന്നാൽ ഉള്ളുകൊണ്ടായിരിക്കില്ല. താങ്കൾ ഹൃദയത്താൽ പുഞ്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവപ്രാപ്തികളാലും സമ്പന്ന ഹർഷിത ചിത്തരാണ്. സ്ലോഗൻ: പദവിയോടെ വിജയിയാകണമെങ്കിൽ ഓരോ ഖജനാവിന്റെയും ശേഖരണത്തിന്റെ അക്കൗണ്ട് നിറഞ്ഞിരിക്കണം. ഓം ശാന്തി.